കലോത്സവ വേദികളിൽ അഴിമതി നടക്കുന്നതായി ആരോപിച്ച് പ്രതിഷേധവുമായി അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ ഡിസംബർ 5-ാം തീയതി തൊടുപുഴ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് സംഘടനയുടെ പ്രതിഷേധം. കഴിഞ്ഞയാഴ്ച നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് തെളിവായി ചില ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ രംഗത്ത് എത്തിയിരിക്കുന്നത്. കലോത്സവ വേദികൾ അഴിമതി നിറഞ്ഞതാണെന്ന് മുൻപ് തങ്ങൾ ഉന്നയിച്ചിരുന്നതാണെന്നും എന്നാൽ DDE അധികാരികൾ ഇക്കാര്യം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ലെന്നും സംഘടനാ ഭാരവാഹികൾ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു മുൻപ് പല പ്രാവശ്യം ഞങ്ങളിവിടെ കലോത്സവ അഴിമതിയുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും മുഖവിലയ്ക്ക് എടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അതിലെ അധികാരികൾ ഞങ്ങളുടെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വിധി നിർണയത്തിന് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുത്തു. ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള വ്യക്തി കട്ടപ്പന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡാൻസ് സ്കൂൾ ഡയറക്ടറാണെന്നും ഇതിന് പിന്നിൽ പിന്തുണയുമായി DDE ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണുള്ളതെന്നും സംഘടന ആരോപിച്ചു. ട്രേഡ് യൂണിയന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 5-ാം തീയതി വ്യാഴാഴ്ച സംഘടനയുടെ ജില്ലാ ഓഫീസ് മാരിക്കലിങ്ങിന്റെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും ഒരു പ്രതിഷേധ റാലിയും ആ റാലി വന്ന് അവസാനിക്കുന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. അവിടെ വന്ന് ഒരു ധർണയും നടത്താൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ AKDTTU വൈസ് പ്രസിഡന്റ് അമീന സണ്ണി, ജോയിന്റ് സെക്രട്ടറി ലത സുരേഷ്, ട്രഷറർ ശ്രീനിഷ രമേശ്, എക്സിക്യൂട്ടീവ് അംഗം മത്തായി ജോസഫ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.